ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പി. ഞാൻ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പെഷ്യൽ പായസമാണ്. നമുക്ക് പെട്ടെന്ന് പിന്നെ മധുരമൊക്കെ കഴിക്കാൻ തോന്നിയ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണ്. അതിന് വേണ്ടിയിട്ട് അത് അരി കൊണ്ടാണ്. ഇപ്പോൾ പക്ഷേ അരി കൊണ്ടായാലും അത് കുറച്ച് വ്യത്യാസമുണ്ട്. ഇത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ കേട്ടോ, അരി കൂടാൻ പാടില്ല. 1.5 ടേബിൾ സ്പൂൺ അരി, 1/2 ലിറ്റർ പാലിന് 1.5 ടേബിൾ സ്പൂൺ അരി, അതാണ് കണക്ക്. ഈ അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാസ്മതി അരിയാണ്. അപ്പോൾ ഇതിന് എടുക്കേണ്ട അരി ബാസ്മതി അരിയാണ്. ഈ ബാസ്മതി അരിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ട്. അത് ഈ പായസത്തിന് നല്ല ടേസ്റ്റും ഫ്ലേവറൊക്കെ കൂട്ടും. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബാസ്മതി അരി എന്ന് പറയണത്. അപ്പോൾ ഒരു നിവൃത്തിയില്ല, ബാസ്മതി അരി ഇല്ല എങ്കിൽ മാത്രമേ സാധാരണ പച്ചരി എടുക്കാൻ പാടുള്ളൂ. പക്ഷേ ബാസ്മതി അരി ഉണ്ടെങ്കിൽ അതന്നെ എടുക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ അധികം ആവരുത് കേട്ടോ. അതൊന്ന് എന്നിട്ട് കുതിർത്തി വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കണം, പെട്ടെന്ന് കുതിർന്ന് കിട്ടണം വെച്ചാൽ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ ഇട്ടാൽ മതി. അപ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ അരി കുതിർന്നിട്ട് നമ്മൾ ഒരു നല്ല കോട്ടൺ ടവലിൽ അരി കഴുകി എടുത്തതിൻ്റെ ശേഷം ഇങ്ങനെ പരത്തിയിടുക. അങ്ങനെ ആകുമ്പോൾ അതിലത്തെ ആ വെള്ളം ആ തുണിയിലേക്ക് വലിച്ചെടുക്കും. കോട്ടൺ ടവലിൽ പരത്തിയിട്ടാൽ മതി. അത് ഒന്ന് വെള്ളം വലിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഉണങ്ങൊന്നും വേണ്ട, നന്നായിട്ട് വെള്ളം വലിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് റവയുടെ പരുവത്തിൽ ഇതൊന്ന് പൊടിച്ചെടുക്കണം. റവയുടെ ആ പരുവാവണം കേട്ടോ. ഇനി ഞാൻ പൊടിച്ചെടുത്തതിൻ്റെ ശേഷം കാണിക്കാം. റവയുടെ ഒരു തരിയായിട്ടാണ് ഞാനിത് പൊടിച്ചെടുത്തിരിക്കുന്നത്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക. പാനിലേക്ക് 1/2 ലിറ്റർ പാല് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് അപ്പോൾ പാട മാറ്റാത്ത പാൽ തന്നെ വേണം, അതായത് ഫാറ്റ് ഉള്ള പാൽ തന്നെ വേണം. അപ്പോഴാണ് ഏത് പായസത്തിനും അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. പാൽ ഒഴിക്കണതിൻ്റെ മുമ്പ് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കണം കേട്ടോ. ഞാനിപ്പോൾ അറിയാതെ പാൽ ആദ്യം ലേശം ഒഴിച്ചു പോയി. നിങ്ങൾ ഒഴിക്കുമ്പോൾ 2-3 ടേബിൾ സ്പൂണ് വെള്ളം ആദ്യം ഒഴിക്കണം. എന്നിട്ടാണ് പാല് അതിലേക്ക് ഒഴിക്കാവൂ. ഇനി ഈ പാല് അടുപ്പത്തേക്ക് വെക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ലേശം നെയ്യ് ഒഴിച്ചിട്ട് ഇതിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കണം. കൂടി ഒരു ചെറിയ സ്പൂൺ നെയ്യ് ഒഴിക്കുക. ഈ പൊടിച്ച ഈ റവ പോലെ പൊടിച്ച ഈ അരി ചേർക്കാം. നല്ല കുതിർത്തിയ അരി തന്നെ ഉപയോഗിക്കണം കേട്ടോ. കുതിർത്താത്ത അരി കൊണ്ടുപോയിട്ട് പൊടിക്കരുത്, അപ്പോൾ അതിൻ്റെ അത് ശരിയാവില്ല. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വേണ്ട, ആ പച്ച അരിയുടെ ആ ഒരു റോ സ്മെല്ല് അതൊന്ന് ജസ്റ്റ് ഒന്ന് പോവുക. ആ നെയ്യിൽ ഒന്ന് അതങ്ങനെ ഫ്രൈ ആവുമ്പോൾ അത്രേ വേണ്ടു. ഇതാ മതി, ഇത്രയും മതി. പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അരി ഇതിലേക്കാണ്ട് ചേർത്ത് കൊടുക്കാം. തിളയ്ക്കാൻ നിൽക്കരുത്, അതിൻ്റെ മുന്നേ നമ്മൾ ചേർക്കണം. അത് തിളച്ച് വരുന്നതോട് കൂടിയിട്ട് ഒപ്പം ഇത് വെന്തോളൂ. കാരണം ഇത് റവ പോലുള്ള ഇതല്ലേ, പിന്നെ അതിന് കുറേ നേരം വേവൊന്നും വേണ്ട. പിന്നെ കുതിർത്തിയതാണ്. ഈ അരി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായിൻ്റെ പാല് ചൂടായി വരുമ്പോൾ ഇതിലേക്കാണ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് തിളയ്ക്കണം. ഇട്ടിട്ട് ഇതൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും ഈ അരി ഇതിനോട് കൂടിയിട്ട് വെന്ത് കിട്ടും. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. റവ നന്നായിട്ട് വെന്തിട്ട്, അപ്പോൾ ഇതാ ഈ അരിയുടെ റവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ റവ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ ഉണ്ടോ,
അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രീമി ഒരു പായസമായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ അരി നിങ്ങൾക്ക് ഇനിയിപ്പോൾ എങ്ങാനും വെന്തിട്ടില്ല തോന്നുക വെച്ചാൽ ഒരു മിനിറ്റോ 2 മിനിറ്റോ സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് വെന്ത് കിട്ടും. ഒരു 2 മിനിറ്റോളം സിമ്മിൽ വെച്ചാൽ മതി. അപ്പോൾ അതങ്ങോട്ട് നന്നായിട്ട് വേവും. ഇതിനധികം ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ നമ്മൾ പാലിൻ്റെ കൂടെ തന്നെ ഈ പാലൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഈ അരിയുടെ റവ കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ അത് അതിൻ്റെ ഒപ്പം വെന്തോളും. എന്നിട്ട് കുറച്ച് നേരം വേണമെങ്കിൽ 2-3 മിനിറ്റ് അതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചാൽ അത് വെന്തോളും. അതിങ്ങനെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല, റവയുടെ ആ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് കാണുമ്പോൾ. ഇനി വെന്തതിന് ശേഷം നമ്മളിപ്പോൾ ഇതിൽ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ പഞ്ചസാര അല്ല ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പോൾ ശർക്കരയുടെ മധുരം പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, പിന്നെ നമ്മൾ യൂസ് ചെയ്യണ ശർക്കരയുടെ മധുരം ചിലപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 150 ഗ്രാം ശർക്കര പാനി, നല്ല തിക്ക് പാനിയാക്കിയതാണ് കേട്ടോ. നല്ല കട്ടി പാനിയായിരിക്കണം, അല്ലെങ്കിൽ പായസത്തിന് വെള്ളം കൂടും. അപ്പോൾ കട്ടി പാനിയാക്കിയതാണ് ഞാനിപ്പോൾ ഒഴിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനു മുന്നേ ഞാൻ കുറച്ച് ഏലക്കായ പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് വളരെ ശ്രദ്ധിച്ച് വേണം ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിൻ്റെ ശേഷം മാത്രം ശർക്കരപ്പാനി ഒഴിക്കുക. ശർക്കരപ്പാനി ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും. ഞാൻ അതിന് മുന്നേ ഉണ്ടാക്കിയതൊക്കെ അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ഉടനെ തന്നെ ഓഫ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്തു. അപ്പോൾ പിന്നെ അത് തിളയ്ക്കാൻ നിൽക്കരുത്. തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവുള്ളൂ. ഈ മധുരപ്പതിലേക്ക് തന്നെ അങ്ങോട്ട് പിടിച്ചോളും. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒഴിക്കുമ്പോൾ ശരിക്കും ലോ ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒഴിച്ച് കഴിഞ്ഞ് ഇളക്കി കഴിയുമ്പോഴേക്കും നമ്മളിത് ഓഫ് ചെയ്യണം. പിരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പായസത്തിൻ്റെ ടെക്സ്ചർ മാറും. ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ സംഭവം പിരിഞ്ഞു പോയത്. കാരണം ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ട് പിരിഞ്ഞു പോയപ്പോഴൊക്കെ ഞാൻ കഴിച്ചു, കളയുകയൊന്നും ചെയ്തില്ല. ഇപ്പോൾ കണ്ടില്ലേ, അപ്പോൾ അത് പിരിയാതെ നമുക്ക് കിട്ടി. ശർക്കര പൊതുവെ പാലിൽ ചേർത്താൽ അത് പിരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നല്ല മിക്സായി. ഇപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫാണ് കേട്ടോ. അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഓഫ് ചെയ്യേണ്ട സമയമൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഏലക്കായപ്പൊടി ചേർത്തു. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്തു. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് പായസം തന്നെ പറയാം. അപ്പോൾ അരി നമ്മൾ കുതിർത്തിയ അരി തന്നെ ആവണം. പക്ഷേ അതൊരു 10 മിനിറ്റ് നല്ല ചൂടുള്ള വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. 10-15 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് അത് നനഞ്ഞ തുണിയിലേക്ക് ഒന്നിട്ടിട്ട് ആ വെള്ളം തുടച്ചിട്ട് മിക്സിയിൽ റവ പരുവത്തിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ. നിങ്ങളെല്ലാവരും ഈ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി പായസമാണത്. അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടൂ, പിന്നെ ഈ ശർക്കരപ്പാനി ഒഴിച്ചു ഉടനെ നമ്മളിത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോവും. നമുക്കിനി വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക്